നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓയിലി സ്കിന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് നോർമൽ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിലോട്ട് എങ്ങനെ ആക്കാം എന്നുള്ളതാണ്. മിക്കവാറും ആൾക്കാർ ഡ്രൈ സ്കിന്നിനെ കുറിച്ച് ഞാൻ തന്നെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവരെക്കാൾ ഓയിലി സ്കിൻ ഉള്ളവരാണെന്ന് പിന്നെ മനസ്സിലായി തുടങ്ങി. കാരണം ഒത്തിരി ആൾക്കാരുടെ കമൻറ്റ്സ് ആ ഡ്രൈ സ്കിന്നിന് തരുന്ന ഞാൻ ഒക്കെ വീഡിയോ ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓയിലി സ്കിന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്കത് എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് കെയർ കൊടുക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമേ തന്നെ മുഖമായിരിക്കും. ഈ ഓയിലി സ്കിന്നുകാരുടെ ഏറ്റവും പ്രശ്നം മുഖമായിരിക്കും. കൈകളും കാലുകളൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് വളരെ നോർമലായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. വലിയ ഡ്രൈനസോ ഓയിൽ കൂടുതലോ ഒന്നും ഇല്ലാതെ കഴുത്തൊക്കെ ഇരിക്കും. പക്ഷേ മുഖം അല്ലെങ്കിൽ ഫേസിൻ്റെ സ്കിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് ടോണർ എന്നൊരു വിഭാഗമുണ്ട്. പിന്നെ അതിൽ ഫേസ് ടോണേഴ്സ് നമുക്ക് എന്തായിട്ടും മാർക്കറ്റിൽ ഇഷ്ടം പോലെ ലഭ്യമാണ്. അതിലേതെങ്കിലും ഒരു ഫേസ് ടോണർ വെച്ചിട്ട് മുഖം ഒന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ പാടെ റോസ് വാട്ടറും ടീ ട്രീ ഓയിലും കൂടെ അടങ്ങിയ ഏതെങ്കിലും ഒരു ടോണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അടങ്ങിയതായാലും മതി. റോസ് വാട്ടർ ഉള്ളതും ടീ ട്രീ ഓയിലും ഉള്ളതും നല്ലതാണ്. ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓയിൽ സ്കിന്നുള്ളവർക്ക് ഓപ്പൺ പോർട്സും അതുപോലെ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ കുഴികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ടോണർ ഉപയോഗിക്കുന്നതിലൂടെ ആ സ്കിൻ ടൈറ്റനിങ് നടക്കുന്നു എന്നുള്ളതാണ്. ദിവസവും ഒരു നേരം തീർച്ചയായിട്ടും ടോണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫേസ് ടോണർ. രണ്ടാമത്തെ തന്നെ നമുക്ക് ഒരു എക്സ്ഫോളിയേഷൻ സ്ക്രബ്, അതായത് നമുക്ക് അവിടെ ഒരു സ്ക്രബിങ് എന്തായാലും ആവശ്യമാണ്. കാരണം എക്സസ് ഓയിൽ ആൻഡ് ഡേർട്ട് നമുക്ക് റിമൂവ് ചെയ്തേ മതിയാവൂ. അല്ലെങ്കിൽ അത് പോർസിനെ ക്ലോഗ് ആവുകയും അതുപോലെ തന്നെ അവിടെ മുഖക്കുരു വലിയതായിട്ട് വീർത്ത് വരികയും ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് വലിയ മുഖക്കുരു വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ മുഴുവൻ പറയുന്നത്. അരിപ്പൊടി ഉപയോഗിക്കാം, മുൾത്താണി മിട്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ കടലമാവ്. അപ്പോൾ അധികം ഓയിലി സ്കിൻകാർ ഭയങ്കരമായിട്ടും സ്ക്രബ് ചെയ്യുമ്പോൾ തരിയുള്ള സാധനങ്ങൾ വെച്ച് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് വരാനുള്ള സാധ്യത. കാരണം നല്ല മാർദ്ദവമേറിയ സ്കിന്നാണ് അവരുടേത് ഓയിൽ കാരണം. ഡ്രൈ സ്കിന്ന് പോലെയല്ല. അതുകൊണ്ട് സ്കിൻ ഡാമേജ് വരാൻ കൂടുതൽ കോഴ്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കടലമാവ് വെച്ചും അരിപ്പൊടി വെച്ചും മുൾത്താണി മിട്ടിയൊക്കെ സോഫ്റ്റ് സാധനങ്ങളാണ്. അത് വെച്ച് റബ്ബ് ചെയ്യുന്ന, എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന, നന്നായിട്ട് മുഖം റബ്ബ് ചെയ്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ അതും ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ മതി. ആഴ്ചയിൽ അടുത്ത ഒരു 2 ദിവസം ഫേസ് പാക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നമ്മുടെ ചന്ദനം ഉണ്ടല്ലോ, വെള്ളച്ചന്ദനമാണ് ഏറ്റവും നല്ലത്. ചന്ദനത്തിന് ഇപ്പം അതിൻ്റെ കാതൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചന്ദന പൊടിയുണ്ട്. ആ പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണെങ്കിൽ അത് അരച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അലോവേര ജെല്ല്. ഈ 3 സാധനങ്ങളും ഫേസ് പാക്ക് പോലെ ഇട്ടിട്ട് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുന്നത് വളരെ നല്ലതാണ്. അലോവേര ജെല്ല് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന അലോവേരയുടെ ആ തണ്ട് ഒടിച്ചിട്ട് അകത്തെ ആ ജെല്ല് മാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹണിയുടെ ഒരു ഫേസ് പാക്ക് ഇടുന്നതും നല്ലതാണ് കേട്ടോ. അത് ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും തീർച്ചയായിട്ടും സാധാ തേൻ ഉപയോഗിച്ചൊന്ന് ഫേസ് പാക്ക് പോലെ വെറുതെ മുഖത്ത് പുരട്ടി വെച്ച് കഴുകിക്കളയുന്നതും നല്ലതാണ്. ഇനി ഇതിൽ നല്ലോണം മുഖക്കുരു വന്ന് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുങ്കുമാതി തൈലം ആ പാടുകളുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല, പാടുകൾ മാറുന്നതാണ്. അതുപോലെ കോട്ടക്കലിൻ്റെ വിഭ ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. അതുപോലെ വാസു എന്ന് പറഞ്ഞ കമ്പനിയുടെ യുവ എന്ന് പറയുന്ന ക്രീമും നമുക്കിത് അധികം ഓയിൽ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. സ്കിന്ന് നല്ല ഒരു ഓയിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ദി ഡേ ഓയിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം ഓയിലി സ്കിന്നുള്ളവർക്ക് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ടു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നിലോട്ട് വരാനുള്ള ഒരു ബെസ്റ്റ് മാർഗം തന്നെയാണ് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന റൊട്ടീൻസ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.